ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡ് മദ്രസയുടെയും 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന വാർഷിക എക്സാമിൻ്റെ ഉലൂമുദ്ദീനിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ശരിയുത്തരം അടയാളപ്പെടുത്താനാണ്. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കലീമുള്ള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അപ്പോൾ നമുക്ക് മൂസ അലൈഹിസ്സലാം, ഈസ, റൂഹുല്ല, ഇബ്രാഹിം, ഖലീലുള്ള, അങ്ങനെ നമ്മൾ പേരുകൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ റിവിഷനായിട്ട് പറയുന്നില്ല. നമ്മൾ മുമ്പത്തെ ചോദ്യപേപ്പറിൻ്റെ കൂടെയൊക്കെ റിവിഷനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്താം. അടുത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ ഈജിപ്തിലാണ്. സഹാബികൾ കേരളത്തിൽ മസ്ജിദ് നിർമ്മിച്ച ഒരു സ്ഥലം ഇവിടെ സഹാബികൾ കേരളത്തിൽ മസ്ജിദ് നിർമ്മിച്ച 10 സ്ഥലങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട 3 സ്ഥലങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മംഗലാപുരം, പന്തലായനി, പണ്ടകൽ. അപ്പോൾ നിർമ്മിച്ച സ്ഥലങ്ങളാണിത് 3. അപ്പോൾ നമുക്ക് അത് 3 ടിക്ക് ചെയ്ത് കൊടുക്കാം. അത് മാറിപ്പോയതായിരിക്കും, ഓപ്ഷൻ മാറിപ്പോയതായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തെന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 241 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം. അടുത്തതാ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഹിദായത്തുൽ അദ്കിയയാണ്. അടുത്തതാ ഉൽബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഉൽബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്കറ്റ്. നമ്മൾ ഒരു പാക്ക് ഉപ്പ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പാക്കറ്റ് എന്നതാണ് ഉൽബത്തിൻ്റെ. ചേരുംപടി ചേർക്കാനാണ്. 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. ഈ 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അടുത്തതാ മുഅ്തസിലത്തിനെതിരെ ധീരമായി പോരാടി. ആരായിരുന്നു? ഇമാം അസ്അരി റളിയല്ലാഹു അൻഹു. മാതുരീദി, ഇമാം അസ്അരി, അവർ രണ്ടാളും അക്കീദയുടെ ഇമാമുകൾ. മുഅ്തസിലത്തിനെതിരെ ധീരമായി പോരാടി. അപ്പോൾ അത് പേര് മാറി വരാൻ മനസ്സിലാക്കുക. അടുത്തതാ ഇമാമുസുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ സഹീഹുൽ ബുഖാരി നെഞ്ചത്ത് വെച്ച് വഫാത്തായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ഈ എഴുതി കൊടുക്കാം. അടുത്തതാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ എ കൊടുക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്സഹാ ഡാഷ് വാലിഹാ മക്തസബത്ത്. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്സഹാ ഡാഷ് വാലിഹാ മക്തസബത്ത്. ആമന റസൂൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്സഹാ ലഹാ മാ കസബത്ത് വാലിഹാ മക്തസബത്ത്. അടുത്തത് ഹിജ്റ വർഷം ഡാഷിൽ അസൂയാലുക്കളുടെ അടിയേറ്റ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. ഹിജ്റ 204 അസൂയാലുക്കളുടെ അടിയേറ്റ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. അടുത്തത് മിതവ്യയം സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ്. അടുത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഡാഷ് വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മുവത്ത മനഃപ്പാഠമാക്കി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 10ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മുവത്ത മനഃപ്പാഠമാക്കി. അടുത്തത് അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഡാഷിനെ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അന്ത്യനാളിനെ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക എഴുതാം. അടുത്തത് അൽ മവാദുൽ ഇദാഇയ്യ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മവാദുൽ ഇദാഇയ്യ ഭക്ഷ്യവസ്തുക്കൾ എന്നാവുന്നു മവാദിൽ ഇദാഇയ്യ. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജ്റ വർഷം. ഹിജ്റ 164 ബാഗ്ദാദിൽ ജനിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 164. അടുത്തതാ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്ന് അറബിയിലാക്കണം. എന്താണ്? ഞങ്ങളെ നീ ശിക്ഷിക്കരുത് ആമൻ റസൂലിൽ നിന്നാണ്. ലാ തുആഖിദ്ന ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഇതുപോലെ ഉഫ്രാനക്ക നിന്നോട് ഞങ്ങൾ പൊറുക്കാൻ തേടുന്നു. ഒക്കെ പാഠഭാഗത്തിൻ്റെ നക്രവ് അനഹമു ഭാഗത്ത് വരുന്നുണ്ട് ആമൻ റസൂലിൽ. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിച്ചു. എത്രാം വയസ്സിൽ?
15-ാം വയസ്സിലാണ്. മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം പൊന്നാനിയാണ് മലബാറിലെ മക്ക. അടുത്ത ചേരമാൻ പെരുമാൾ മുസ്ലിം ആയപ്പോൾ സ്വീകരിച്ച പേര് താജുദ്ദീൻ എന്നാകുന്നു. മദ്ഹബിൻ്റെ 4 ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമ് പ്രഥമൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് ഇമാമുകളിൽ പ്രഥമൻ. അടുത്തത് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിൽ നിന്ന് 4 എഴുതുക. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ വലിയ അടയാളങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലെ ചെറിയ അടയാളങ്ങളും വരും. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇമാം മഹദി വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക, ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങുക, യജൂജ് പുറപ്പെടുക, കഅബ ഷരീഫ് പൊളിക്കുക, ഹൃദയങ്ങളിൽ നിന്നും മുസഫിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ഉയരുക. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറിവുകൾ പഠിക്കാൻ യാത്ര ചെയ്തു. എവിടെയൊക്കെയാണ്? മക്ക, മദീന, യമൻ, ഇറാഖ്. മക്ക, മദീന, യമൻ, ഇറാഖ് തുടങ്ങിയ നാടുകളിൽ അറിവ് പഠിക്കാൻ വേണ്ടി നിരന്തര യാത്ര നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മക്ക, മദീന, യമൻ, ഇറാഖ്. അടുത്തതാ വലാ തുൽക്കൂ ബി ഐദീക്കും ഇല്ല തഹ്ലുക്ക്. ആശയം എഴുതുക. എന്താണ്? അതായത് അർത്ഥം എഴുതാൻ പറഞ്ഞേക്കാണ് ലാ തുൽക്കൂ ബി ഐദീക്കും ഇല്ല തഹ്ലുക്ക്. നിങ്ങൾ സ്വയം നാശത്തിൽ ചെന്ന് ചാടരുത് എന്ന് മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അത് കീടനാശിനികളും രാസവസ്തുക്കളും ഇതൊക്കെ ഉപയോഗിച്ച് ജലസ്രോതസ്സുകളും മണ്ണും പൊതുസ്ഥലങ്ങളൊന്നും മലിനമാക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്താണ്? ആരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചര്യ അനുധാവനം ചെയ്യുന്നവരാണ്, പിന്തുടരുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അടുത്ത് മഹ്ശറയിൽ ആരെല്ലാം ഷഫാഅത്ത് ചെയ്യും? ആരെല്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കളും മൗലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഷഫാഅത്ത് ചെയ്യും. അടുത്തത് ജുറൈസ് ആരാധനാനിരതനായ വ്യക്തിയായിരുന്നു. അത് അറബിയിലേക്കാക്കണം. ഉമ്മി വസലാത്തി എന്ന പാഠത്തിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ വരുന്നതാണ്. കാന ജുറൈസുൻ റജുലൻ ആബിദൻ. കാന ജുറൈസുൻ റജുലൻ ആബിദൻ. ജുറൈസ് ആരാധനാനിരതനായ വ്യക്തിയായിരുന്നു. അടുത്തത് മരണത്തെ ഓർക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളിൽ നിന്ന് 2 എഴുതുക. എന്തൊക്കെയാണ്? മരണത്തെ ഓർക്കുന്നത് കൊണ്ട് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാകും. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് 2 എഴുതാം. അടുത്തതാ 2 ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൗബ, അതിനെക്കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതുക. ഒരു കുപ്രസിദ്ധനായ കൊള്ളക്കാരനായിരുന്ന ഫുളൈൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി സമയത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ വഴിയരികിലുള്ള വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ആ വചനങ്ങൾ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടാക്കി. കൊള്ള നിർത്തി തൗബ ചെയ്ത് നല്ല മനുഷ്യനാകാൻ അദ്ദേഹം തീരുമാനിച്ചു. താൻ കൊള്ളയടിക്കപ്പെട്ട ആളുകളെ കണ്ടെത്തി കൊള്ള ചെയ്ത വസ്തുക്കളെല്ലാം തിരിച്ചേൽപ്പിക്കുകയും അവരെക്കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ജൂതൻ്റെ അടുത്തെത്തി. ജൂതൻ പറഞ്ഞു, ഞാൻ പറയുന്ന ജോലി ചെയ്താൽ മാത്രമേ പുറത്തു തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൗബയിൽ ഉറച്ച ഫുളൈൽ എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായി. തൗബയിൽ ഉറച്ച ഫുളൈലിനെ അല്ലാഹു തആല സഹായിച്ചു. ശക്തമായ കാറ്റും മഴയും നൽകി. തൗബ ചെയ്ത് അല്ലാഹു തആലയിലേക്ക് മടങ്ങാൻ പുറപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ സഹായമായിരുന്നു അതിശക്തമായ കാറ്റും മഴയും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് അവിടെ എഴുതാം. അടുത്തതെന്താണ്? ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ. നമ്മൾ നേരത്തെ വലിയ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ചെറിയ അടയാളങ്ങൾ. മതപരമായ അറിവുകൾ കുറയുക, മസ്ജിദിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക, കൊലപാതകം പരക്കുക, വ്യഭിചാരം കൂടുക, പലിശയിടപാടുകൾ അധികമാവുക, മദ്യപാനം വർദ്ധിക്കുക, സ്ത്രീകളുടെ എണ്ണം കൂടുക, സ്ത്രീകൾ പൊതുരംഗ പ്രവേശനം ചെയ്യുക, അവർ ഔറത്ത് പ്രദർശിപ്പിക്കുന്നവരാവുക, അനർഹർ ഭരണം നടത്തുക, അറിവില്ലാത്തവർ നേതാക്കന്മാരാവുക, വിശ്വസ്തത നഷ്ടപ്പെടുക, മഹാമാരികൾ പെരുകുക, കുടുംബബന്ധം തകരുക, അചേതര വസ്തുക്കൾ സംസാരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ മറ്റു സമുദായങ്ങൾ ഐക്യപ്പെടുക തുടങ്ങിയ ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വലിയ അടയാളങ്ങൾ എഴുതാൻ വന്നാൽ
പാഠത്തുനിന്ന് അത് മുഴുവനും മനസ്സിലാക്കിയിട്ട് എഴുതണം കേട്ടോ. അടുത്തതെന്താണ്? ഹാദിമുല്ലദാത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. അപ്പം അതൊക്കെ കുറിച്ചിട്ട് നമുക്ക് അത് ഹാദിമുല്ലദാത്തിനെ കുറിച്ച് എഴുതാം. ഇനി പരിസ്ഥിതി സംരക്ഷണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. മണ്ണും വെള്ളവും വായുവും പ്രകൃതിയും അടിസ്ഥാന ഘടകങ്ങളാണ്. കുന്നും മലയും കാടും താഴ്വരയും തോടുകളും വയലുകളും കടലും പുഴയും എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. ജീവജാലങ്ങളും സസ്യങ്ങളും മനുഷ്യരും അതിൽ ഉൾപ്പെടുന്നു. മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇവയെല്ലാം സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും പ്രതിഫലാർഹമായ കാര്യമാണ്. കുടിവെള്ളം പാഴാക്കരുത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന സമയം വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ഉപേക്ഷിച്ച് തയമ്മും ചെയ്യാനും മറ്റോ മനുഷ്യർക്ക് ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. വെള്ളം, പുല്ല്, തീ എന്നീ 3 വസ്തുക്കൾ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. ഇതൊക്കെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യമാണ്. അതൊക്കെ മനസ്സിലാക്കി അവിടെ പൂർത്തിയാക്കാം. ഇത്രയാണ് നമുക്ക് ഉലൂമുദ്ദീനിൽ വന്ന ചോദ്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലാക്കാം, ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.